Hi children, welcome to LKL Star Maths class. In namala CBSE 10th standard chapter 4 exercise 4.3 le third question ആണ് ട്ടോ ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഇതാണ് ട്ടോ തേർഡ് ക്വസ്റ്റ്യൻ. കണ്ടോ, is it possible to design a rectangular mango grove whose ലെങ്ത് ഈസ് ട്വൈസ് ഇറ്റ്സ് ബ്രെഡ്ത്ത്? കണ്ടോ, ബ്രെഡ്ത്തിനേക്കാളും ട്വൈസ് ആണ് ലെങ്ത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. എന്താണ് ഒരു മാംഗോ ഗ്രോ മീൻസ് എന്താണ് മാന്തോട്ടം എന്ന് പറയുന്നത്? അത് എന്ത് ഷേപ്പാണ്? റെക്റ്റാങ്കുലർ ഷേപ്പാണ്. സോ അങ്ങനെ ഡിസൈൻ ചെയ്യാൻ സാധിക്കുമോ? കണ്ടോ, ഇസ് ഇറ്റ് പോസിബിൾ ടു ഡിസൈൻ എ റെക്റ്റാങ്കുലർ മാംഗോ ഗ്രോ ഹൂസ് ലെങ്ത് ഇസ് ട്വൈസ് ഇറ്റ്സ് ബ്രെഡ്ത്ത്? ദെൻ പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കിയാൽ, ആൻഡ് ദ ഏരിയ ഈസ് 800 മീറ്റർ സ്ക്വയർ. നമുക്കിവിടെ എന്താ തന്നിട്ടുള്ള ഏരിയ? ഒരു ഏരിയയുടെ ഫോർമുല അറിയാലോ അല്ലേ? റെക്റ്റാങ്കിളിൻ്റെ ഏരിയയുടെ ഫോർമുലയാണ് ഏരിയയുടെ ഫോർമുല. സോ ഏരിയ ആണ് തന്നിരിക്കുന്നത്. ഇഫ് സോ ഫൈൻഡ് ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് നമ്മൾ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ കാണാം. കണ്ടോ, നമുക്ക് ബ്രെഡ്ത്ത് ഇവിടെ തന്നിട്ടില്ല. അപ്പോൾ ലെങ്ത്തും ബ്രെഡ്ത്തും ഫൈൻഡ് ഔട്ട് ചെയ്യണം. പക്ഷേ ഒരു ക്ലൂ തന്നിട്ടുള്ള എന്താണ്? ഹൂസ് ലെങ്ത് ഇസ് ട്വൈസ് ഇറ്റ്സ് ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം ബ്രെഡ്ത്ത് നമുക്ക് അറിയാത്തതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? ലെറ്റ് ദ ബ്രെഡ്ത്ത് ഓഫ് റെക്റ്റാങ്കുലർ മാംഗോ ഗ്രോ ബി എക്സ് മീറ്റർ. കണ്ടോ, എക്സ് മീറ്റർ ആയിട്ട് നമ്മൾ ആരെ എടുത്തു? ബ്രെഡ്ത്തിനെ എടുത്തു. ക്ലിയർ ആയില്ലേ? ഇനി ലെങ്ത് ഓഫ് റെക്റ്റാങ്കുലർ മാംഗോ ഗ്രോ, ഇനി ലെങ്ത്ത് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താണ്? ട്വൈസ് ബ്രെഡ്ത്ത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ബ്രെഡ്ത്ത് എക്സ് ആയിട്ട് എടുത്താൽ അതിൻ്റെ ലെങ്ത്ത് എങ്ങനെയായിരിക്കും വരുന്നത്? 2 × x, സോ 2x മീറ്റർ. ക്ലിയർ ആയില്ലേ? സോ നമുക്ക് ബ്രെഡ്ത്ത് എക്സ് മീറ്റർ കിട്ടി. ഇത് ലെങ്ത്ത് ബ്രെഡ്ത്തിനേക്കാളും ട്വൈസ് ആയതുകൊണ്ട് 2x ആയിട്ട് എടുത്തോ. ക്ലിയർ? ഇനി നമുക്ക് എന്താ പറഞ്ഞിട്ടുള്ളത്? ഏരിയ ഓഫ് റെക്റ്റാങ്കുലർ മാംഗോ ഗ്രോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ടെക്സ്റ്റിൽ തന്നെ 800 മീറ്റർ സ്ക്വയർ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? മീറ്റർ സ്ക്വയർ നമുക്ക് തന്നിട്ടുണ്ട്. സോ ഏരിയ ഓഫ് റെക്റ്റാങ്കുലർ മാംഗോ ഗ്രോ, അതിൻ്റെ ഫോർമുല എന്താണ്? ഒരു ഏരിയ ഓഫ് റെക്റ്റാങ്കിളിൻ്റെ ഫോർമുലയാണ് എന്താണ്? L × B. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്കിവിടെ ഒന്നും കൂടെ എടുത്തെഴുതാം. ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? L × ബ്രെഡ്ത്ത്, വിച്ച് മീൻസ് ഫോർ ലെങ്ത് × ബ്രെഡ്ത്ത്. ആ ലെങ്ത് × ബ്രെഡ്ത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് ലെങ്ത് എത്രയാണ് നമ്മളെടുത്ത്? 2x ആണ്. ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ ബ്രെഡ്ത്ത് എത്രയാണ് എടുത്ത്? എക്സ് ആണ്. കണ്ടോ, അപ്പോൾ ഇത് രണ്ടും കൂടെ ഒന്ന് ഇൻറ്റു ചെയ്തെടുത്ത് എന്താ കിട്ടുക? 2x × x മീറ്റർ സ്ക്വയർ അല്ലേ? അതെന്ന് പറഞ്ഞാൽ 2x സ്ക്വയർ മീറ്റർ സ്ക്വയർ. കണ്ടോ, 2x സ്ക്വയർ മീറ്റർ സ്ക്വയർ ആയിരിക്കും നമ്മുടെ എന്താണ്? ലെങ്ത്തും ബ്രെഡ്ത്തും കിട്ടുക. അപ്പോൾ അതാണല്ലോ നമുക്ക് ടെക്സ്റ്റിൽ തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എന്തെന്ന് തന്നിട്ടുണ്ട്? ഇതാ ഇവിടെ പറഞ്ഞേക്കുന്നുണ്ടോ? ഏരിയ 800 മീറ്റർ സ്ക്വയറും നമുക്കിവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ ലെങ്ത്തും ബ്രെഡ്ത്തും നമ്മൾ എക്സും 2x ആയിട്ട് എടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 2x സ്ക്വയറിന് കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിന് ഈക്വൽ ആണല്ലോ ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന ആ ഒരു 800 എന്ന് പറയുന്നത്. കണ്ടോ, അപ്പോൾ അക്കോർഡിംഗ് ടു ദ ക്വസ്റ്റ്യൻ എത്തിക്കുന്നു കൊടുത്ത എന്താണ്? അക്കോർഡിംഗ് ടു ദ ക്വസ്റ്റ്യൻ ഏരിയ ഈക്വൽ ടു വാട്ട്? 800 ഗിവൻ. അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? ഈ 2x സ്ക്വയർ ഈക്വൽ ടു ഇതിനെ ഈക്വേറ്റ് ചെയ്ത് എഴുതിയാൽ പോരെ? 2x സ്ക്വയർ ഈക്വൽ ടു 800 എഴുതാം. ദഫോർ എക്സ് സ്ക്വയർ ഈക്വൽ ടു വാട്ട്? ഈ 800. ദെൻ ഇവിടെ ഇൻറ്റു ആണ് അല്ലേ? 2 × x സ്ക്വയർ എന്നാണ്. അത് ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ എന്തായിട്ടാണ് മാറുക? ഡിവിഷനിലേക്ക് മാറും. ക്ലിയർ ആയല്ലോ? സോ എക്സ് സ്ക്വയർ ഇതിന് നമ്മൾ കട്ട് ചെയ്തൊക്കെ എടുത്താൽ എത്രയാണ് കിട്ടുക? 2 ഇതിൽ എത്ര ടൈംസ് പോകും? 4 ടൈംസ് പോകും. പിന്നെ സീറോസ് ചെയ്താൽ 400. കണ്ടോ, അപ്പം നമ്മൾ ഇവിടെ ഇനി സ്ക്വയർ ഇല്ലാണ്ട് എടുക്കുക. എക്സ് മാത്രം എടുക്കുമ്പോൾ ഈ സ്ക്വയർ ഈ 400ലേക്ക് കൊടുക്കുക. കണ്ടോ, എക്സ് ഇസ് ഈക്വൽ ടു √400. സോ എക്സ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? കണ്ടോ, +or-20. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? 20 എന്നല്ലേ മീനിങ്? 20 × 20 അല്ലേ 400. സോ ഇതിൻ്റെ സ്ക്വയർ ആണ് 20. അത് നെഗറ്റീവ് × -20 × -20 ആവാം, ഓർ +20 × +20 ആവാം. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ തന്നെ കൊടുക്കുക. +or -20 എന്ന് വേണം കൊടുക്കാൻ. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയ 2 ആൻസർ ഉണ്ടല്ലേ? 20യും -20യും. ഇവിടെ നമുക്ക് എന്താ എടുത്തിട്ടുള്ളത്? ദോർഫോർ എക്സ് ഇസ് ഈക്വൽ ടു 20. ഇത് നെഗറ്റീവ് ആയതുകൊണ്ട് ഒരിക്കലും റെക്റ്റാങ്കുലറിൻ്റെ എന്ത് വരില്ല? ബ്രെഡ്ത്തോ ലെങ്ത്തോ നെഗറ്റീവിൽ വരില്ല. സോ നമുക്ക് ഇതെന്താണ്? തൽക്കാലം ഇതിനെ ഒന്ന് മാറ്റി നമുക്ക് നിർത്താം അല്ലേ? ഇതിനെ നമുക്ക് തൽക്കാലം ഇപ്പോൾ നോക്കണ്ട. നമുക്ക് ഏതെടുത്താൽ മതി? ഈ 20 എടുക്കാം. അപ്പം നമ്മൾ ബ്രെഡ്ത്തായിട്ട് എടുത്തത് എത്രയായിരുന്നു? എക്സ് ആണ്. അതിൻ്റെ വാല്യൂ ആണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് 20. അപ്പോൾ സോ 20. ഇനിയോ 2x എന്ന് പറഞ്ഞെടുത്തത് ആരെയായിരുന്നു? ലെങ്ത്തിനെയല്ലേ നമ്മൾ 2x എന്ന് പറഞ്ഞെടുത്തത്?
ഇതാ മുകളിലേക്ക് നോക്കിയാൽ ഇവിടെ കണ്ടോ, ലെങ്ത് ഓഫ് റെക്റ്റാങ്കുലർ മാംഗോ ഗ്രൂവ് ഈക്വൽ ടു 2x. അപ്പോൾ 2xൻ്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് കൊടുക്കാം? എക്സിൻ്റെ വാല്യൂ 20 ആണ്. സോ 2 × 20 എക്സിൻ്റെ സ്ഥാനത്ത് ഈ 20 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സോ 2 × 20 എത്ര കിട്ടി? 40. നമുക്ക് ഇതിൽ നിന്ന് എന്താ മനസ്സിലായി? ഈ 20 ആണ് ആരാണ്? ബ്രെഡ്ത്ത്. ക്ലിയർ ആയല്ലോ? ഇതാണ് നമ്മുടെ ബ്രെഡ്ത്ത്. ദെൻ ഇതാരാണ്? ലെങ്ത്ത്. സോ നമുക്ക് ഇങ്ങനെ ലാസ്റ്റ് എഴുതാം. therefore length is equal to 40 meter and breadth is equal to 200 meter. നമുക്ക് എന്താ ആക്ച്വലി തന്നിരുന്നത്? അവർ ഏരിയ 800 തന്നിരുന്നല്ലേ? നമുക്കതൊന്ന് നോക്കിയാലോ? അതെ, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ എന്താണ് ഏരിയയുടെ ഫോർമുല? എന്താണ് നമ്മൾ പഠിച്ചത്? ഏരിയ ഈക്വൽ ടു L × B. നമുക്ക് L എത്രയാണ് കിട്ടിയത്? 40. ബ്രെഡ്ത്ത് എത്രയാണ് കിട്ടിയത്? 20. അവർ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള ഏരിയ എത്രയായിരുന്നു? 800 ആയിരുന്നു. അതായത് തമ്മിലൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയേ. 4 2s are 8. ദെൻ ഈ 2 zeros ഇതിൻ്റെ കൂടെ ചേർത്താൽ പോരെ? കണ്ടോ? അപ്പോൾ നമ്മുടെ ആൻസർ കറക്റ്റ് അല്ലേ? അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ 800 മീറ്റർ തന്നെയാണ് നമ്മൾ ലെങ്ത്തും ബ്രെഡ്ത്തും കണ്ടുപിടിച്ചപ്പോൾ നമുക്കും കിട്ടിയത്. ക്ലിയർ ആയില്ലേ? ഓക്കെ, താങ്ക് യു. ക്ലാസ് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇത് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക.